Hello everyone. So previous class we discussed about the author Isaac Bashevis Singer and about the characters of the story Slatey the Goat. So now we are moving to the story. It's a very beautiful story based on Poland, and the story is about a village people. At Hanukkah time, the road from the village to the town is usually covered with snow. But this year, the winter had been a mild one. Hanukkah had almost come, yet little snow had fallen. The sun shone most of the time. The peasants had complained that because of the dry weather, there would be a poor harvest of winter grain. New grass sprouted, and the peasants sent their cattle out to pasture. So here the time is Hanukkah. Hanukkah is actually a festival, harvest festival celebrated by the peasants of this village. സോ ഈ സമയത്ത് എന്താണ് ദ ഹനുക്ക ടൈം ഇറ്റ്സ് വിൻ്റർ ടൈം. വിൻ്ററിലാണ് ഈ ഹനുക്ക ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വട്ടത്തെ വിൻ്റർ, അതായത് ആ മഞ്ഞുകാലം, ഇറ്റ്സ് എ മൈൽഡ് വൺ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതീക്ഷിച്ച പോലെ ആ ഫെസ്റ്റിവലിൽ കൊണ്ടാടാൻ പറ്റുമെന്ന് ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ വെരി ലിറ്റിൽ സ്നോ ഹാഡ് ഫോളൻ ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും എന്താണ് സൺ കാണുമായിരുന്നു. അപ്പം മഞ്ഞുകാലത്ത് എന്താണ് സണ്ണിനൊന്നും കാണാനായിട്ട് പറ്റില്ല, എപ്പോഴും സ്നോ ആയിരിക്കും. പക്ഷേ ഈ ഹനുക്ക ടൈം ആവും തോറും വിൻ്റർ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ സൂര്യൻ മിക്ക സമയത്തും ഉണ്ടാവുമായിരുന്നു. So the peasants had complained that because of the dry weather there would be a poor harvest of winter grain. So അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിൻ്റർ കണ്ടുകൊണ്ട് വിൻ്റർ ഗ്രെയിൻ വിളവെടുപ്പ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിൻ്റർ കുറവായതുകൊണ്ട് there was a poor harvest എന്ന് പെസൻസ്, അതായത് കൃഷിക്കാർ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ന്യൂ ഗ്രാസ് സ്പ്രൗട്ടഡ്, അതായത് വിൻ്റർ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ചെടികളൊക്കെ മുളച്ചു പൊന്തും. സോ ന്യൂ ഗ്രാസ് സ്പ്രൗട്ടഡ്. അതുകൊണ്ട് തന്നെ പെസൻസ് എന്ത് ചെയ്തു, ദേ സെൻഡ് ദെയർ കാറ്റിൽസ് ഔട്ട് ടു പാസ്റ്റർ. നൗ വി ആർ മൂവിങ് ടു അവർ character. For Reuben the farrier, it was a bad weather, and after long hesitation he decided to sell Slatey the goat. She was old and gave little milk. Feivel, the town butcher, had offered 8 gulden for her, such as some would buy Hanukkah candles, potatoes, and oil for pancakes, gift for the children, and other holiday necessaries for the house. Reuben told his oldest boy, Aaron, to take the goat to town. സോ ഇവിടെ നമ്മുടെ മെയിൻ ഫാമിലി, റൂവൻസ് ഫാമിലീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ റൂവൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഫറിയർ ആയിരുന്നു, അതായത് വൺ ഹു മേക്സ് ഓർ റിപ്പയർ ഫർ ഗാർമെൻറ്റ്സ്, കമ്പിളി പുതപ്പ്, അതുപോലെ തന്നെ മഞ്ഞുകാലത്ത് ഇടുന്ന ഡ്രസ്സുകൾ, ഇതൊക്കെ വിൽക്കുന്ന ആളാണ് റൂവൻ. അപ്പോൾ ഇവർക്ക് ഈ വിൻ്റർ ഭയങ്കര മൈൽഡാണ്, അതായത് അതിശൈത്യമൊന്നുമില്ല. അപ്പോൾ എന്താ, ഇവരുടെ ബിസിനസ് ഭയങ്കര ഡള്ളാണ്. സോ അവർക്ക് പൈസ ഇല്ല, ഹനൂക്ക ആഘോഷിക്കാനായിട്ട് പൈസ ഇല്ല. സോ ഹി ഡിസൈഡഡ് ടു സെൽ ഹിസ് ഗോട്ട് ദ സ്ലേദേ. അങ്ങനെ സ്ലേദേനെ വിൽക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ടൗണിലുള്ള ഒരു ഇറച്ചി വെട്ടുകാരൻ, ഹിസ് നെയിം ഈസ് ഫെയ്വൽ, അദ്ദേഹം പറഞ്ഞത് 6 ഗൾഡൻസിന് വാങ്ങിക്കാമെന്നാണ്. ഇറ്റ്സ് എ കോയിൻ യൂസ്ഡ് ഇൻ സെവറൽ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ അങ്ങനെ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ പറഞ്ഞു, ഇതിനെ വിറ്റ് കഴിഞ്ഞാൽ അധികമൊന്നും കിട്ടില്ല, കാരണം ഓൾഡ് ഗോട്ടാണ്, അതായത് വയസ്സായിട്ടുണ്ട്. ആൻഡ് ഗേവ് ലിറ്റിൽ മിൽക്ക്, കുറച്ച് പാലേ തരുന്നുള്ളൂ. അപ്പോൾ ഈ ഇറച്ചി വെട്ടുകാരനല്ലാണ്ട് വേറെ ആരും സ്ലേദേനെ വാങ്ങിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ വിചാരിച്ചു, ഓക്കെ, ദേ ഓഫേർഡ് 8 ഗൾഡൻ 8 ഗോൾഡ് കോയിൻസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗോൾഡ്, ഇറ്റ്സ് എ കോയിൻ യൂസ്ഡ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ 8 കോയിൻസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം റൂവൻ വിചാരിച്ചു, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹനൂക്കയ്ക്ക് കാൻഡിൽസ്, അതുപോലെ തന്നെ പൊട്ടറ്റോസ്, പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാൻ ഓയിൽ വാങ്ങിക്കാം, കുട്ടികൾക്ക് ഗിഫ്റ്റ് മേടിക്കാം,
ഇനി വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പൈസയ്ക്ക് വാങ്ങിക്കാമെന്ന് റൂവൻ വിചാരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഗോട്ടിനെ വിൽക്കാനുള്ള ദൗത്യം റൂവൻ എന്ത് ചെയ്യുന്നു, ഹിസ് ഓൾഡസ്റ്റ് ബോയ് ആരോണിനെ ഏൽപ്പിക്കുന്നു. ആരോൺ അണ്ടർസ്റ്റുഡ് വാട്ട് taking the god to Feywild mean, but he had to obey his father. ഈ ആരോണിനോട് പറഞ്ഞു, നീ ഫേവലിൻ്റെ അടുത്ത് സ്ലേദേനെ എത്തിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആരോണിന് മനസ്സിലായി സ്ലേദ എന്നുള്ളതൊരു ഇറച്ചിവെട്ടുകാരനാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് ആരോണിന് മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഫാദർ പറഞ്ഞത് ആരോൺ അനുസരിച്ചു. Leia, his mother, wiped the tears from her eyes when she heard the news. Aaron's younger sisters Anna and Miriam cried loudly. Aaron put on his quilted jacket and a cap with earmuffs, bound a rope around Slade's neck, and took along 2 slices of bread with cheese to eat on the road. Aaron was supposed to deliver the god by evening, spend the night at the butcher's and return the next day with the money. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ആരോൺ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ലെയ ഹിസ് മദർ, ഭയങ്കര വിഷമമായി മദറിന്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സാണ് അന്ന ആൻഡ് മിറിയൻ, അവരെന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിനെ ആസ് എ പാർട്ട് ഓഫ് ഫാമിലി ആയിട്ട് കാണുന്ന ആളുകളാണ്. ദെൻ ആരോൺ എന്ത് ചെയ്തു, ജാക്കറ്റ് എടുത്തിട്ടു. ദെൻ ഇയർ മഫ്കിൻസ് മങ്കി ക്യാപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടു. ദെൻ സ്ലേദ് ഗോട്ടിൻ്റെ കഴുത്തിൽ ഒരു റോപ്പ് പോലെ കെട്ടിയിട്ടു, കാരണം കൊണ്ടുവണ്ടേ. ദെൻ ഇവൻ കൈ പിടിച്ചത് 2 slices ഓഫ് ബ്രെഡും ചീസും ആയിരുന്നു റോഡിൽ കഴിക്കാനായിട്ട്. ദെൻ ആരോൺ പ്ലാൻ ചെയ്തത് ഇന്ന് സ്ലേദേനെ അങ്ങോട്ട് കൊണ്ടുവിടുന്നു ഈവനിങ്ങിൽ. ദെൻ നൈറ്റ് ബഷേഴ്സിൻ്റെ ഹൗസിൽ വെച്ച് സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് റിട്ടേൺ വരുന്നു പൈസയായിട്ട്. ഇതായിരുന്നു ആരോണിൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ വിൻ്റർ ആണെങ്കിൽ ഇറ്റ്സ് എ മൈൽഡ് വൺ, അത്ര ഡേഞ്ചറസ് ഒന്നും അല്ല. While the family said goodbye to the god and Aaron placed the rope around her neck, Slade stood as patiently and good-naturedly as ever. അപ്പോൾ ഫാമിലി അങ്ങനെ ഗോട്ടിനോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ദെൻ ആരോൺ കയറൊക്കെ കെട്ടി. ഈ ഗോട്ടാണെങ്കിൽ യാർഡാണെങ്കിൽ ഭയങ്കര പേഷ്യൻ്റ്ലി അതുപോലെ തന്നെ ഗുഡ് നാച്ചുറലി ബിഹേവ് ചെയ്തുകൊണ്ട് നിന്നിരുന്നു. ദെൻ ഷീ ലിക്ഡ് റൂവൻസ് ഹാൻഡ്. അപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ടാണ്. സോ ഫാദർ റൂവൻ്റെ ഹാൻഡ് സ്ലേദയെ നക്കുന്നുണ്ട്, അതായത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഷീ ഷുക്ക് ഹെർ സ്മോൾ വൈറ്റ് ബിയർഡ് ആൻഡ് സ്ലേദെ ട്രസ്റ്റഡ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ആടിനറിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്നത്. സോ ഭയങ്കര സ്നേഹത്തോടെ ആണ് ആട് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. ദെൻ പിന്നെ ലൈൻ ശ്രദ്ധിക്കുക, സ്ലേദെ ട്രസ്റ്റഡ് ഹ്യൂമൻ ബീങ്സിനെ സ്ലേദയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഷീ നോ ദാറ്റ് ദേ ഓൾവേസ് ഫെഡ് ഹെർ ആൻഡ് നെവർ ഡിഡ് ഹെർ എനി ഹാം. അപ്പോൾ സ്ലേദയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, എപ്പോഴും ഫുഡൊക്കെ തരുന്നുണ്ട് ഇവർ. ദെൻ ഇവരെന്ത് ചെയ്യില്ല, ഒരിക്കലും എനിക്ക് ഹാംഫുള്ളായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം സ്ലേദയ്ക്ക് ഉണ്ടായിരുന്നു. ദെൻ when Aaron brought her out on the road to town, she seemed somewhat astonished. She had never been led in that direction before. അങ്ങനെ ആരോൺ സ്ലേദേനായിട്ട് റോഡിലൂടെ പോകുമ്പോൾ സ്ലേദയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ബിക്കോസ് ഈ ഒരു റോഡിൽ കൂടെ ഒരിക്കലും ആരോൺ ഇവളെ കൊണ്ടുപോയിട്ടില്ല, അതായത് ഈ ആടിനായിട്ട് പോയിട്ടില്ല. സോ ഇറ്റ്സ് എ ന്യൂ ഡയറക്ഷൻസ് ടു ദിസ് സ്ലേദ. Then she looked back at him questioningly, as if to say, "Where are you taking me?" But after a while she seemed to come to the conclusion that a god shouldn't ask questions. Still, the road was different. They passed new fields, pastures, and huts with thatched roofs. Here and there a dog barked and came running after them, but Aaron chased it away with his stick.
സോ ഇവള് അതായത് ഇവിടെ ഇവളെന്ന് ഉദ്ദേശിക്കുന്നത് സ്ലേദേനെയാണ്, ദ ഗോട്ട് ആടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആട് ഇങ്ങനെ പുതിയ വഴികളൊക്കെ ആയപ്പോൾ ക്വസ്റ്റ്യനിങ്ലി ആരോണിനെ നോക്കുകയാണ്, എന്നെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ദെൻ സ്ലേദയ്ക്ക് മനസ്സിലാക്കി ഞാനൊരിക്കലും മനുഷ്യന്മാരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യമില്ല. ദെൻ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പുതിയ വയലുകൾ, മേച്ചിൽപ്പുറങ്ങൾ കണ്ടു, അതുപോലെ പുതിയ ഹട്ട്സ് കണ്ടു. ദെൻ പോകുന്ന വഴിയിൽ ഡോഗ്സ് ഇവരെ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോൺ അവനെ എറിഞ്ഞോടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ സൺ വാസ് ഷൈനിങ് വെൻ ആരോൺ ലെഫ്റ്റ് വില്ലേജ്. അങ്ങനെ ഈ ആരോൺ ഇവിടുന്ന് പോകുമ്പോൾ സണ്ണായിരുന്നു, അതായത് നല്ല വെയിലായിരുന്നു, ബിക്കോസ് വിൻ്റർ അത്ര അധികം ഉണ്ടായിരുന്നില്ല. സഡൻലി ദ വെദർ ചേഞ്ച്ഡ്. A large black cloud with a bluish center appeared in the east and spread itself rapidly over the sky. A cold wind blew in with it. The crows flew low, croaking. At first it looked as if it would rain, but instead it began to hail as in summer. It was early in the day, but it became dark as dusk. After a while, the hail turned to snow. അപ്പോൾ പറയാണ്, ഇവർ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് സൂര്യൻ പോയിട്ട് എന്ത് ചെയ്യാണ്, കാർമേഘം മൂടുകയാണ്. ആകാശത്തൊരു ബ്ലൂവിഷ്, അതായത് ഡാർക്ക് ബ്ലൂ കളർ, അതായത് കാർമേഘം പോലെയൊക്കെ വരുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നു മഴയാണ് വരുന്നത്. ബട്ട് ഇൻസ്റ്റഡ് എന്താണ് വന്നത്, സ്നോ ആണ് വന്നത്. സ്നോ പൊഴിയാനായിട്ട് തുടങ്ങി. അപ്പോൾ വെയിലാണ്, സമ്മറിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് സ്നോ വന്ന അവസ്ഥയായിട്ട് മാറി. In this 12 years, Aaron had seen all kind of weather, but he had never experienced a snow like this one. പറയാണ് 12 വർഷം, അപ്പോൾ ആരോണിനൊരു 12 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 12 വർഷത്തിനിടയ്ക്ക് ആരോൺ ഇതുപോലൊരു വെതർ കണ്ടിട്ടില്ല. നെവർ എക്സ്പീരിയൻസ്ഡ് സച്ച് എ സ്നോ എന്നാണ് പറയുന്നത്. അത്രയും ഹെവി സ്നോഫോൾസാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. It was so dense it shut out at the light of the day. അപ്പോൾ രാവിലെ നല്ല വെളിച്ചമുള്ള നേരമായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ഇരുട്ടായി. Then in a short time their path was completely covered. ഇപ്പോൾ പോകുന്ന വഴി ഒക്കെ ഇരുളടഞ്ഞു. Then കണ്ണൊന്നും കാണുന്നില്ല. The wind came as cold as ice. അപ്പോൾ നല്ല വിൻഡ് വരികയാണ്, നല്ല തണുവുള്ള കാറ്റാണ്. The road to town was narrow and വൈൻഡിങ്. അപ്പോൾ ഈ റോഡ് ടു ടൗൺ ഉള്ളത് ഭയങ്കര ചെറിയ വഴികളൊക്കെയാണ്. അപ്പോൾ ആരോൺ നോ ലോങ്ങർ നോ വേർ ഹി വാസ്. എവിടെയാണ് ഇപ്പോൾ ആരോൺ നിൽക്കുന്നതെന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. ഹി കുഡ് നോട്ട് സീ ത്രൂ ദ സ്നോ. ഈ മഞ്ഞ് കാരണം അവനൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ദ കോൾഡ് സൂൺ പെനിട്രേറ്റഡ് ഹിസ് ക്വിൽറ്റഡ് ജാക്കറ്റ്. അപ്പോൾ ഈ ഇവൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ തണുപ്പ് വന്നു തുടങ്ങി. അവന് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിത്തുടങ്ങി. അറ്റ് ഫസ്റ്റ് സ്ലേദെ ഡിഡിൻ സീം ടു മൈൻഡ് ദ ചേഞ്ച് ഇൻ വെദർ. അപ്പോൾ സ്ലേദെ, നമ്മുടെ ആട് ആദ്യം ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല, ഈ വെദർ ചേഞ്ച്. ഷീ ടു വാസ് 12 years old ആൻഡ് ന്യൂ വാട്ട് വിൻ്റർ മീൻ. അപ്പോൾ പറയുകയാണ്, ഈ ആടിനും ആരോണിനും സെയിം ഏജാണ്. ഇവളും 12 വർഷമായി. അപ്പോൾ ഇവൾക്കും വിൻ്റർ എന്താണെന്നറിയാം. ബട്ട് വെൻ ഹെർ ലെഗ്സ് സാങ്ക് ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ദ സ്നോ ഷീ ബിഗാൻ ടു ടേൺ ഹെർ ഹെഡ് ആൻഡ് ലുക്ക് അറ്റ് ആരോൺ ഇൻ വണ്ടർമെൻറ്റ്. അപ്പോൾ ഇവളും മഞ്ഞും ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ദെൻ പിന്നെ അവൾ നടക്കും തോറും ഇവളുടെ ലെഗ് മഞ്ഞിലിങ്ങനെ താന്നു തുടങ്ങി. ഇവളെന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആടിനെയാണ്, സ്ലേദെ. അപ്പം താന്നു പോയി തുടങ്ങി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ആരോണിനെ നോക്കുകയാണ്. ഹെർ മൈൻഡ് ഐ സീം ടു ആസ്ക് വൈ ആർ വി ഔട്ട് ഇൻ സച്ച് എ സ്ട്രോം. ആരോൺ ഹോപ്പ് ദാറ്റ് എ പ്ലസൻറ്റ് വുഡ് കം അലോങ് വിത്ത് ഹിസ് കാർ, ബട്ട് നോ വൺ പാസ്ഡ് ബൈ. അപ്പോൾ സ്ലേദെ ഇങ്ങനെ ഇവനെ നോക്കി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇത്രയും സ്റ്റോമൊക്കെ വീശി തുടങ്ങി, മഞ്ഞിൽ ഭയങ്കര കാറ്റൊക്കെ ഏറി തുടങ്ങി, അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു കാറ്റത്ത് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. സോ ആരോൺ ഹോപ്പ് ദാറ്റ് എ പെർസൺ വുഡ് കം അലോങ് വിത്ത് ഹിസ് കാർ. അപ്പോൾ ആരോൺ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു കർഷകരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാറായിട്ട് ഇതുവഴി പോകുന്നു. ബട്ട്
നോ വൺ പാസ്ഡ് ബൈ. പക്ഷെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ഇവർ മഞ്ഞ് ഒക്കെ വന്നു, കാറ്റും സ്റ്റോമാണ്. അപ്പോൾ സ്റ്റോമും ഹെയിലും സ്നോയും എല്ലാം കൂടിയിട്ട് ഇവരാകെ പെട്ട അവസ്ഥയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്.